എല്ലാവർക്കും നമസ്കാരം. കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സുധീഷിനെ രാജീവിൻ്റെ ഗുണ്ടകൾ ചേർന്ന് ഒരു ഒളിവ് സങ്കേതത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഫോണും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അവർ കൊടുത്തുവിട്ട പണവും ക്യാഷും അടങ്ങിയ ബാഗ് തിരിച്ച് രാജീവിനെയും അരുണിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ തിരിച്ചു വരുന്ന ഹരീഷ് വലിയ ടെൻഷനിലാണ്. നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ് ഏട്ടാ ഭയങ്കര ടെൻഷനിലാണല്ലോ, അത് ഇതുവരെ സുധീഷ് ഏട്ടൻ തിരിച്ചു വിളിച്ചല്ലോ എന്ന് പറയും. അതിനെന്താ, നിധിയേട്ടത്തിൻ്റെ വീട്ടിലില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ സുഭാഷ് ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുമ്പോഴും ഹരീഷ് വലിയ ടെൻഷനിലാണ്. എന്താ ഹരീഷ്, നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അത് ഉച്ചയ്ക്ക് എന്നെ നിധിയേട്ടത്തെ വിളിച്ചായിരുന്നു. എന്തിന്? അത് സുധീഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്നെ വിളിച്ചോന്നറിയാനായിട്ട്. 1 മണിക്കൂറായി കാണുമെന്ന് പറയും. അതെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എങ്ങാനും നിന്നെ വിളിച്ചതായിരിക്കും. അതെ, സുധീഷ് ഏട്ടൻ രാവിലെ പുറത്തോട്ട് പോയതാണ്, അതിനുശേഷം ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞാന്ന് കരുതും. നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേ സുഭാഷ് ഏട്ടൻ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യും, നിധി ഒന്ന് വിളിക്കാൻ പറയും. അങ്ങനെ ഹരീഷ് നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിക്കുന്ന സമയത്ത് ചോദിക്കും, ഹരീഷെ സുധീഷ് അങ്ങനെ വിളിച്ചായിരുന്നോ? മോളെ, ഹരീഷല്ല സുഭാഷാന്ന് പറയും. ആ ചേട്ടാ, സുധീഷ് അവിടെ അങ്ങനെ വന്നായിരുന്നു? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്? പിന്നെ സുധീഷ് ഒറ്റയ്ക്ക് കൊണ്ട് വരത്തില്ലല്ലോ. എന്താ മോളെ അവിടെ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് സുഭാഷ് ചേട്ടാ, പ്രശ്നമൊന്നുമില്ല. രാവിലെ അച്ഛനൊരു ആവശ്യത്തിനായിട്ട് സുധീഷിനെ പുറത്തോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. അതിനുശേഷം സുധീഷിനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷ് നല്ല ടെൻഷനാവും. അപ്പോഴത്തേക്ക് പറയും, ഹരീഷ് പറയും, ഇതിന് കാരണം അയാൾ തന്നെയാണെന്ന് പറയും. ആര്? നിധിയേട്ടത്തിയുടെ അച്ഛൻ, ആ രാജീവ് ശങ്കറാന്ന് പറയും. നീ എന്താ ഹരീഷായി പറയുന്നത്? അങ്ങനെ മുൻപ് രാജീവ് ശങ്കർ സുധീഷിൻ്റെ കാറിൽ കയറിയപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സുധീഷ് ഹരീഷിനോട് പറഞ്ഞ കാര്യം സുഭാഷിനോടും നികേഷിനോടും ഒക്കെ പറയുകയാണ്. ഇതെല്ലാം പുറത്തിരുന്ന് ഭാസ്കരൻ കേൾക്കുന്നുണ്ട്. ഭാസ്കരൻ നല്ല ടെൻഷനാവും. ഭാസ്കരൻ അകത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവർ മൂന്നുപേരോട് പറയും, ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ എന്തെങ്കിലും അപകടം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തണം. ആ രാജീവ് ശങ്കറിനെ എനിക്കത്ര വിശ്വാസമില്ല. സുധീഷ് ഏട്ടൻ നല്ല ടെൻഷൻ അടിച്ചാൽ ഇവിടുന്ന് പോയെന്നൊക്കെ പറയും. അവനെ ഹരീഷിനെ വഴക്ക് പറയുന്നുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്താ മുമ്പേ എൻ്റെ അടുത്ത് പറയാഞ്ഞ്? അത് അദ്ദേഹം ഇവിടെ വന്ന് വളരെ മാന്യമായിട്ടൊക്കെയല്ലേ പെരുമാറിയത്. പക്ഷേ എന്തോ സുധീഷ് ഏട്ടൻ കുറച്ച് എന്നെ വിളിച്ച സമയത്തും നിധിയേട്ടത്തി ഉള്ളപ്പോൾ ഒരു സംസാരവും നിധിയേട്ടത്തി മാറുമ്പം വേറെ രീതിയിലുള്ള സംസാരവും എന്നൊക്കെ പറഞ്ഞു. എന്തോ എനിക്ക് നല്ല ടെൻഷനുണ്ട് സുഭാഷ് ഏട്ടൻ എന്ന് പറയും. നീ വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഭാസ്കരൻ വന്നു പറയും, ഞാനും കൂടി വരാമെന്ന് പറയും. വേണ്ട, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും കൂടി ബൈക്കും എടുത്തുകൊണ്ട് അന്വേഷിക്കുകയാണ്. ഈ സമയത്ത് സുധീഷിനെ അവിടെ ഒരു റൂമിലിങ്ങനെ പൂട്ടിയിട്ടേക്കുമാണ്. ഫോണും പിടിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൈയും കാലും എല്ലാം പിടിച്ച് ബന്ധിച്ച് കെട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് അരുണും രാജീവും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സുധീഷിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പണവും എല്ലാം തിരിച്ച് അരുണിന് കൊടുക്കുകയാണ്. ആ സമയത്ത് പറയും, സാറേ, നിങ്ങൾ ഏൽപ്പിച്ച പണവും സ്വർണ്ണവും എല്ലാം ഞങ്ങളിലുണ്ടെന്ന് പറയും. ഇനി എന്താ ചെയ്യുക? ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അവനെ എവിടെയെങ്കിലും വെച്ചങ്ങ് വകവരുത്തണം. ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന് ആരും അറിയരുതെന്ന് പറയും. നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് ഞങ്ങൾ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് സുധീഷിനെ കൊല്ലാനുള്ള കൊട്ടേഷനും കൊടുത്തിട്ടാണ് അരുണും രാജീവിനും അങ്ങ് പോകുന്നത്. അവർ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുന്ന സമയത്ത് വേറൊരു ഡ്രാമ കളിക്കുകയാണ്. എന്നാലും ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിക്കാവോ അവിടെ എല്ലാം ഞങ്ങൾ സുധീഷിനെ അന്വേഷിച്ചു. പക്ഷേ അവൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ. ഞാനെന്ത് സ്നേഹമായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വന്നത്. അവൻ ഒരു ഡ്രൈവറാണെന്ന രീതിയിലല്ല ഞാൻ അവനോട് പെരുമാറിയത്. സ്വന്തം മകനോടുള്ള പോലെയാണ് പെരുമാറിയത്. അവന് ബിസിനസ് തുടങ്ങണമെങ്കിൽ ബിസിനസ് തുടങ്ങാം, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അവൻ പണവും ക്യാഷും കൊടുത്തുകൊണ്ട് ഞാൻ എന്നെ ചതിച്ചല്ലോ, മറ്റൊരാളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയും. അച്ഛാ, സുധീഷ് അങ്ങനൊന്നും ചെയ്യത്തില്ല. നിനക്ക് എന്താ മോളെ ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തത്? നിനക്ക് നിൻ്റെ സ്വന്തം അച്ഛനും സഹോദരനും പറയുന്നതിനെക്കാട്ടി വലുതാണോ? 4 മാസം നിൻ്റെ കൂടെ പരിചയം ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറുടെ വാക്കൊന്ന് ചോദിക്കും. അച്ഛാ, അച്ഛൻ പൈസ കൊടുത്ത സമയത്ത് സുധീഷ് വളരെ ടെൻഷൻ അടിച്ചില്ലേ നിന്നത്? വേണോ വേണ്ടായോ എന്ന് കരുതി. അച്ഛനും അറിഞ്ഞിട്ടും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ലേ സുധീഷ് കൊണ്ടുപോയെന്ന് പറയും. എന്തായാലും അവൻ ഇതുവരെ ചെട്ടിയാർക്ക് പൈസ കൊടുത്തിട്ടില്ലല്ലോ മോളെ. അപ്പോഴത്തേക്ക് പിന്നെയും നിധി ഒരിക്കലും സുധീഷിനെ കുറ്റപ്പെടുത്തൊന്നും പറയത്തില്ല. പക്ഷേ ഇവർ സുധീഷിൻ്റെ മേലെ കുറ്റം എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കുകയാണ്. പൈസയും സ്വർണ്ണവും സുധീഷ് മോട്ടിച്ചുകൊണ്ട് പോയ രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. നിധി അതിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. അതിനുശേഷം ഗുണ്ടകൾ വന്നിട്ട് പിന്നെയും സുധീഷിൻ്റെ വായിൽ ടേപ്പൊക്കെ ഒടിച്ച് വെച്ചേക്കാണല്ലോ, പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ ദേഷ്യപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് സുധീഷിൻ്റെ അടുത്ത് ഓരോ സംസാരിച്ച് സുധീഷ് ദേഷ്യപ്പെടുന്ന സമയത്ത് സുധീഷിനെ അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് സുധീഷിൻ്റെ കയ്യിൽ നിന്ന് സുധീഷ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അതിൽ ആ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് താഴെ വീഴും. ആ സമയത്ത്
സുധീഷ് ഇങ്ങനെ ബോധമില്ലാത്തവണ്ണം കിടക്കുവാണ്. അവരങ്ങോട്ട് പോയതിന് ശേഷം ആ ഫോൺ ഇങ്ങനെ പതുക്കെ എടുക്കും. പതുക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ഹരീഷിൻ്റെ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷേ ഹരീഷിൻ്റെ ഫോണിൽ കിട്ടത്തില്ല, സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം സുഭാഷിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. സുഭാഷിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്ന സമയത്ത് പരിചയമില്ലാത്തൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ സുഭാഷ് എടുക്കത്തില്ല. കാരണം വർക്ക് സൈറ്റിൽ ഒരു മദ്യപാനിയായ ഒരു ജോലിക്കാരനുണ്ട്. അയാൾ മദ്യപിച്ചിട്ട് എന്നും ജോലിക്ക് വരും. അയാളെ പിരിച്ചു വിട്ടതാണ്. പിന്നെയും പണിക്ക് വരാൻ വേണ്ടി കിടന്ന് വിളിക്കുവാന്ന് കരുതി സുഭാഷ് ചേട്ടൻ ഫോൺ എടുക്കത്തില്ല. 1-2 തവണ വിളിക്കുമ്പോൾ ഹരീഷ് പറയും, സുഭാഷ് ചേട്ടാ ഫോൺ എടുക്കുക, അല്ല അത് കുഴപ്പമില്ലടാ, അതൊരു ശരിയായ കോളല്ലെന്നൊക്കെ പറയും. എന്നാലും എടുക്കുക സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഫോൺ ഹലോ സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കും. സുധീഷ് നീ എവിടെ മോനെ എന്നൊക്കെ പറയും. അത് സുഭാഷ് ചേട്ടാ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, എന്നെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഇവിടെ പൂട്ടിയിട്ടേക്കാന്നൊക്കെ പറയും. പൂട്ടിയിട്ടിരിക്കുന്നോ എന്നൊക്കെ പറയും. സുഭാഷ് ചേട്ടാ പതുക്കെ, അവന്മാരിപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവന്മാർ തിരിച്ചിങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങ് താഴെ ഇടും. ഉടനെ ഫോൺ എന്താണ് എൻ്റെ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ സുധീഷിൻ്റെ അടുത്ത് ഫോൺ കിടക്കുന്നു. അപ്പോഴത്തേക്ക് പറയും സത്യം പറ, നീ ഫോൺ എടുത്ത് ആരെയാണ് വിളിച്ചതെന്ന് ചോദിക്കും. ഉടനെ പറയും ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, സത്യം പറഞ്ഞുകൊണ്ട് പിന്നെ ഇട്ടങ്ങ് തല്ലുകയാണ്. ഉടനെ രണ്ട് നമ്പർ കിടക്കും. ഇത് ഇവൻ വിളിച്ച നമ്പരാന്ന് പറയും. നീ തിരിച്ച് വിളിക്കാൻ പറയും. തിരിച്ച് വിളിക്കുമ്പോഴത്തേക്ക് സുഭാഷിന് കോൾ വരും. അപ്പോഴത്തേക്ക് പറയും വേണ്ട സുഭാഷ് ചേട്ടാ എന്ന് ഹരീഷ് പറയും. അതെന്താ ഇത് അവന്മാരായിരിക്കും തിരിച്ച് വിളിക്കുന്നതാന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്പർ ട്രേസ് ചെയ്ത് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അവരതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്താണ് അരുണിനെ വിളിച്ച് പറയുന്നത്, സാറേ അരുൺ സാറേ, ഇവൻ എൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. എങ്കിൽ അവർ മിക്കവാറും ടവർ സ്കെച്ച് ചെയ്തിട്ട് നിങ്ങളെ പിടിക്കാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ അവിടെ നിന്ന് മാറ്റണം, എന്നിട്ട് അവനെ അങ്ങ് ഇല്ലാതാക്കാൻ പറയും. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വേറൊരു വണ്ടി എടുത്തിട്ട് വണ്ടിക്കകത്തോട്ട് സുധീഷിനെ വലിച്ച് കയറ്റുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇവരും ഫോണിൻ്റെ ആ ടവർ അന്വേഷിച്ചിറങ്ങുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സുഭാഷും എല്ലാവരും കൂടി ഇറങ്ങും. ആ സമയത്ത് ഇവരുടെ വാനും ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ വണ്ടിയായിട്ട് തട്ടുന്ന സമയത്ത് അവിടെ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ആ വണ്ടിക്കകത്താണ് നമ്മുടെ സുധീഷിനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ തന്നെ സുധീഷ് എല്ലാ സത്യങ്ങളും അവരോട് പറയും. അതിനുശേഷം എല്ലാവരും കൂടി നേരെ നിധിയുടെ വീട്ടിലോട്ട് ചെല്ലും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.